ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വന്തം മണ്ഡലമായ വാരാണസി സന്ദർശിക്കും. PM കിസാൻ സമ്മാൻ സമ്മേളനത്തിൽ പങ്കെടുക്കും. PM കിസാൻ നിധിയുടെ 17ാം ഗഡുവായി 20,000 കോടിയിലധികം രൂപ പ്രധാനമന്ത്രി ഇന്ന് വിതരണം ചെയ്യും. കോട്ടയം കുമരകത്തെ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ നടക്കുന്ന കിസാൻ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കും. അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാകുമെന്ന് വൈറ്റ് ഹൌസ്. വയനാട് MP സ്ഥാനം രാഹുൽ ഗാന്ധി രാജിവെക്കും. ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും. യൂറോ കപ്പിൽ ബെൽജിയത്തെ അട്ടിമറിച്ച് സ്ലോവാക്യ. 2020 ലോകകപ്പിൽ സൂപ്പർ 8 മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വന്തം മണ്ഡലമായ വാരാണസി സന്ദർശിക്കും. 3ാം വട്ടവും പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷം ആദ്യമായാണ് ശ്രീ നരേന്ദ്രമോദി സ്വന്തം മണ്ഡലത്തിലെത്തുന്നത്. വാരാണസിയിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് ദശാശ്വമേധ ഘട്ടിൽ ഗംഗ ആരതിയിൽ പങ്കെടുക്കും. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും ദർശനം നടത്തും. നാളെ ബീഹാർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നളന്ദ സർവകലാശാലയുടെ രാജഗിരിയിലുള്ള ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യും. 17 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കും. PM കിസാൻ സമ്മാൻ നിധിയുടെ 17ാം ഗഡുവിന്റെ ഭാഗമായി 20,000 കോടിയിലധികം രൂപ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിതരണം ചെയ്യും. 9,26,00,000 കർഷകർക്ക് തുക കൈമാറും. സ്വയം സഹായ സംഘങ്ങളിലെ 30,000 വനിതാ കർഷകർക്ക് കൃഷിസഖിക്കുള്ള സാക്ഷ്യപത്രവും പ്രധാനമന്ത്രി വിതരണം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്തെ 732 കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, 1,00,000-ലധികം പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, 5 ലക്ഷം പൊതുസേവന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലായി 2.5 കോടിയിലധികം കർഷകർ പരിപാടിയിൽ പങ്കെടുക്കും. തിരഞ്ഞെടുത്ത 50 കൃഷി വികാസ് കേന്ദ്രങ്ങളിൽ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പ്രത്യേക പരിപാടികളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. ഗഡു വിതരണ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കോട്ടയം കുമരകത്തെ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കും. ഭൂമി കൈവശമുള്ള എല്ലാ കർഷകരുടെയും സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി PM കിസാൻ പദ്ധതി 2019 ഫെബ്രുവരി 24-നാണ് ആരംഭിച്ചത്. ഓരോ 4 മാസത്തിലും 3 തുല്യ ഗഡുക്കളായി പ്രതിവർഷം 6,000 രൂപയുടെ സാമ്പത്തിക ആനുകൂല്യം നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് കൈമാറും. രാജ്യത്തുടനീളമുള്ള 11 കോടിയിലധികം കർഷകർക്ക് ഇതുവരെ പദ്ധതിയിലൂടെ 3.04 ലക്ഷം കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. PM കിസാൻ പദ്ധതിയുടെ 17ാം ഗഡു വിതരണ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കോട്ടയം കുമരകത്തെ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ കിസാൻ സമ്മേളനം സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കും. സമ്മേളനത്തിൽ കർഷകർക്ക് കാർഷിക ഉൽപ്പന്ന ഉപാധികൾ വിതരണം ചെയ്യും. മണിപ്പൂരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. അക്രമം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ആഭ്യന്തര മന്ത്രാലയം മേത്തി കുക്കി സമുദായ പ്രതിനിധികളുമായി ഉടൻ ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവന്റെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുമെന്നും ഇൻഡോ പസഫിക് മേഖലയെ കൂടുതൽ സമ്പന്നമാക്കുമെന്നും വൈറ്റ് ഹൌസ്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളായ ഇന്ത്യയും അമേരിക്കയും സവിശേഷമായ സൌഹൃദം പങ്കിടുന്നുവെന്ന് വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷൻസ് ഉപദേഷ്ടാവ് ജോൺ കിർബി പ്രതികരിച്ചു. ജേക്ക് സള്ളിവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ മേഖലകളിലെ പുരോഗതി സള്ളിവൻ പ്രധാനമന്ത്രിയെ അറിയിച്ചു. അർദ്ധചാലകങ്ങൾ, നിർമ്മിത ബുദ്ധി, ടെലികോം, പ്രതിരോധം, ബഹിരാകാശം തുടങ്ങി മേഖലകളിലെ സഹകരണത്തിൽ പുരോഗതിയുണ്ടായതായി അദ്ദേഹം അറിയിച്ചു. വിദേശകാര്യ മന്ത്രി S. ജയശങ്കറുമായും ഇന്നലെ സള്ളിവൻ കൂടിക്കാഴ്ച നടത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ ആഴ്ച ഉത്തര കൊറിയ സന്ദർശിക്കും. ഉത്തര കൊറിയയും റഷ്യയും തമ്മിൽ ആഴത്തിലുള്ള സൈനിക സഹകരണം ആശങ്കയുണ്ടാക്കുന്ന പ്രവണതയാണെന്ന് അമേരിക്ക പ്രതികരിച്ചതിന് പിന്നാലെയാണ് പുടിന്റെ ഉത്തര കൊറിയൻ സന്ദർശനത്തിന് സ്ഥിരീകരണമുണ്ടായത്. 24 വർഷത്തിനു ശേഷം ഇതാദ്യമായാണ് പുടിൻ ഉത്തര കൊറിയ സന്ദർശിക്കുന്നത്. തന്ത്രപരമായ സാമ്പത്തിക സഹകരണത്തെക്കുറിച്ചുള്ള ചർച്ച പുനരാരംഭിക്കുന്നതിന് ചൈനയും ഓസ്ട്രേലിയയും ധാരണാപത്രം ഒപ്പുവച്ചു.
പ്രായോഗികവും ഫലപ്രദവുമായ സാമ്പത്തിക സഹകരണം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആശയവിനിമയവും സഹകരണവും മെച്ചപ്പെടുത്താൻ ഇരു രാജ്യവും ധാരണയിലെത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ വിജയിച്ച രാഹുൽ ഗാന്ധി വയനാട് MP സ്ഥാനം രാജിവെച്ച് റായ്ബറേലിയിൽ തുടരും. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചു. യൂറോ കപ്പിൽ ബെൽജിയത്തെ അട്ടിമറിച്ച് സ്ലോവാക്യ. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നടന്ന ഗ്രൂപ്പ് ഇ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ലോക റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്തുള്ള ബെൽജിയത്തെ 48-ാം റാങ്കുകാരായ സ്ലോവാക്യ പരാജയപ്പെടുത്തിയത്. യൂറോ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറി വിജയമാണിത്. മ്യൂണിക്കിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ റൊമാനിയ എതിരില്ലാത്ത 3 ഗോളിന് യുക്രൈനെ കീഴടക്കി. ഇന്ന് ഗ്രൂപ്പ് ബിയിൽ ക്രൊയേഷ്യ അൽബാനിയയെയും ഗ്രൂപ്പ് എയിൽ ആതിഥേയരായ ജർമ്മനി ഹംഗറിയെയും നേരിടും. ഗ്രൂപ്പ് എയിലെ മറ്റൊരു മത്സരത്തിൽ സ്കോട്ട്ലൻഡ് സ്വിറ്റ്സർലാൻഡിനെ നേരിടും. ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാപ്പുവ ന്യൂഗിനിക്കെതിരെ ന്യൂസിലൻഡിന് ജയം. ഇന്നലെ ട്രിനിഡാഡിലെ ബ്രയൻ ലാറ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ പാപ്പുവ ന്യൂഗിനിയെ അവർ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. അവസാന ഗ്രൂപ്പ് ഘട്ട മത്സരം ഇപ്പോൾ നടക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസും അഫ്ഗാനിസ്ഥാനുമാണ് ഏറ്റുമുട്ടുന്നത്. ലോകകപ്പിന്റെ സൂപ്പർ 8 മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. അമേരിക്കയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ആദ്യ മത്സരം. ഫിൻലൻഡിലെ ടുർക്കുവിൽ നടക്കുന്ന ലോക അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ഗോൾഡ് ടൂറിൽ ഇന്ത്യയുടെ ജാവലിൻ താരം ഒളിമ്പിക്സ് ലോക ചാമ്പ്യൻ നീരജ് ചോപ്ര ഇന്നിറങ്ങും. ജർമ്മനിയുടെ മാക്സ് ഡെനിങ് ആണ് നീരജിന്റെ മുന്നിലെ വെല്ലുവിളി. ഇറ്റലിയിൽ നടക്കുന്ന WTA വെനറ്റോ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ അങ്കിത റെയ്ന പ്രീ ക്വാർട്ടറിൽ കടന്നു. ചെക്ക് റിപ്പബ്ലിക്കൻ താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് റെയ്ന പ്രീ ക്വാർട്ടറിലെത്തിയത്. ജർമ്മനിയിൽ നടക്കുന്ന ATP ഹാലെ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് പ്രീ ക്വാർട്ടറിൽ ഇന്ത്യയുടെ യൂകി ഭാംബ്രി ഫ്രാൻസിന്റെ അൽബാനോ ഒലിവെറ്റി സഖ്യം ജർമ്മൻ സഖ്യത്തെ നേരിടും. ഇന്നലെ നടന്ന യോഗ്യതാ റൌണ്ടിൽ കസാഖിസ്ഥാൻ സ്പെയിൻ ജോഡികളെയാണ് ഇവർ പരാജയപ്പെടുത്തിയത്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ MLA സ്ഥാനം രാജിവെച്ചു. മധ്യപ്രദേശിലെ ബുദ്നി സീറ്റിൽ നിന്നുള്ള നിയമസഭാ അംഗത്വമാണ് രാജിവെച്ചത്. 6 തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത ബുദ്നി സീറ്റിൽ നിന്ന് രാജിവെച്ച നിമിഷം വളരെ വൈകാരികമാണെന്നും ചൌഹാൻ പറഞ്ഞു. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിദിഷ മണ്ഡലത്തിൽ നിന്ന് 8.21 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് ചൌഹാൻ വിജയിച്ചത്. 18ാമത് മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം പുരോഗമിക്കുന്നു. 61 ഭാഷകളിലായി 59 രാജ്യങ്ങളിൽ നിന്നുള്ള 314 സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. 6 ദിവസം നീളുന്ന മേള ഈ മാസം 21-ന് സമാപിക്കും. ദേശീയ തലത്തിലുള്ള മത്സര വിഭാഗങ്ങളിലേക്ക് ഇക്കുറി 77 സിനിമകൾ മത്സരിക്കുന്നുണ്ട്. ഇതിൽ 30 സിനിമ കന്നി സംവിധായകരുടേതാണ്. ചലച്ചിത്ര വിദ്യാർത്ഥികൾ ഒരുക്കിയ 12 സിനിമകളും മത്സര വിഭാഗത്തിലുണ്ട്. ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിലെ പല ഭാഗങ്ങളിലും കനത്ത ചൂട് തുടരുമെന്ന മുന്നറിയിപ്പ്. അതേസമയം പശ്ചിമ ബംഗാൾ, അസം, മേഘാലയ എന്നിവിടങ്ങളിൽ കനത്തതോ അതിശക്തമോ ആയ മഴ പെയ്യുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. ബീഹാറിൽ കനത്ത ചൂട് 24 മണിക്കൂറിനിടെ 22 പേരുടെ ജീവനെടുത്തതായി അധികൃതർ അറിയിച്ചു. ബീഹാറിൽ ഉഷ്ണതരംഗം തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇന്നലെ ബീഹാറിലെ ഏറ്റവും കൂടുതൽ ചൂട് ബസ്കറിൽ രേഖപ്പെടുത്തി 46.4 ഡിഗ്രി സെൽഷ്യസ്. വെള്ളപ്പൊക്ക ബാധിത സിക്കിമിലെ ലച്ചുങ്ങിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ ഒഴിപ്പിക്കാനുള്ള നടപടി പുരോഗമിക്കുന്നു. ഇന്നലെ 64 വിനോദസഞ്ചാരികളെ ഒഴിപ്പിക്കാനായി. കാലാവസ്ഥ അനുകൂലമായാൽ ഇന്ന് വിമാനമാർഗമുള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കും. ഇതിനായി 6 MI ഹെലികോപ്റ്ററുകൾ പശ്ചിമബംഗാളിലെ ബാഗ്ഡോഗ്ര വിമാനത്താവളത്തിൽ സജ്ജമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വന്തം മണ്ഡലമായ വാരാണസി സന്ദർശിക്കും. PM കിസാൻ സമ്മാൻ സമ്മേളനത്തിൽ പങ്കെടുക്കും. PM കിസാൻ നിധിയുടെ 17ാം ഗഡുവായി 20,000 കോടിയിലധികം രൂപ പ്രധാനമന്ത്രി ഇന്ന് വിതരണം ചെയ്യും. കോട്ടയം കുമരകത്തെ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ നടക്കുന്ന കിസാൻ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കും. അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാകുമെന്ന് വൈറ്റ് ഹൌസ്. വയനാട് MP സ്ഥാനം രാഹുൽ ഗാന്ധി രാജിവെക്കും. ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും. യൂറോ കപ്പിൽ ബെൽജിയത്തെ അട്ടിമറിച്ച് സ്ലോവാക്യ. 2020 ലോകകപ്പിൽ സൂപ്പർ 8 മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.